ആർ.വി. രാജേഷ്, ഇന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത് ഈ ദുരന്തമുഖത്തും സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് പ്രതിപക്ഷ നേതാവ് കാട്ടിയത് എന്നാണ്. ദുരന്തമുഖത്ത് മുതലെടുക്കുകയായിരുന്നോ പ്രതിപക്ഷം? എന്ത് മുതലെടുപ്പാണ് പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത്? ഇതിനകത്ത് ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, ഇവിടെ ഈ ദുരന്ത സാഹചര്യങ്ങളിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണയാണ് പ്രതിപക്ഷവും കോൺഗ്രസും UDF-ഉം ഒക്കെ നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സ്കൂബ ഡൈവ് ടീം, NDRF, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, ശുചീകരണ തൊഴിലാളികൾ, അവരുടെയൊക്കെ വലിയ ഒരു റിസ്ക് എടുത്തുള്ള ഒരു പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്തിട്ടുള്ളത്. ഞാൻ അതിലേക്കൊക്കെ അതവിടെ നിൽക്കട്ടെ. പ്രതിപക്ഷം പറഞ്ഞ കാര്യമോ ഇല്ലാത്ത കാര്യമോ അതൊന്നുമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഈ നഗരത്തിൽ നമ്മളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന, ഇവിടെ ജീവിക്കുന്ന ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരാളിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ നഗരം ഭരിക്കുന്ന കോർപ്പറേഷനാണ്, ഗവൺമെൻറ്റാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും കൈകഴുകി മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല. ഇവിടെ ഒരു കാര്യം, ഇവിടെ ആദ്യം മുതൽ ഈ വിഷയം നടന്നപ്പോൾ ഇത് ആരുടെയെങ്കിലും ഇവിടെ പരസ്പരം പഴിചാരുക, റെയിൽവേ ആണ് കുഴപ്പമെന്ന് മന്ത്രി പറയുന്നു, മേയർ പറയുന്നു, അല്ലെങ്കിൽ റെയിൽവേ തിരിച്ചു കുറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ പരസ്പരം പഴിചാരിക്കൊണ്ട് ആരുടെയെങ്കിലും തലയിൽ ഉത്തരവാദിത്വം വെച്ചുകൊണ്ട് ആർക്കെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ കഴിയുമോ? ഇതിന്റെ പ്രൈം അക്യൂസ്ഡ് ആരാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ ജനങ്ങളിൽ നിന്ന് നികുതി വാങ്ങുന്ന, ജനങ്ങളിൽ നിന്ന് ബിൽഡിംഗ് ടാക്സ് വിധിക്കുന്ന കോർപ്പറേഷന് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ? നമ്മളത് അംഗീകരിക്കാൻ കഴിയുമോ? അതിന് വിമർശിക്കപ്പെടേണ്ടതല്ലേ? ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടോ? ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചല്ലോ. ഇന്ന് ഇവിടെ ഈ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇത്രയധികം 3-4 മണ്ണ് യന്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ 6-7 ടിപ്പർ ലോറികൾ, 10-200 തൊഴിലാളികൾ, ഇതെല്ലാം ഉപയോഗിച്ചവരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യം, ഇങ്ങനെ ടൺ കണക്കിന് മാലിന്യം നീക്കം ചെയ്തിട്ട് പോലും അവിടെ ഒന്നും ആയിട്ടില്ല. അപ്പോഴാണ് യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ 3 തൊഴിലാളികളെ ഈ ടൺ കണക്കിന് മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി നിയോഗിച്ച ആളുകളെ എന്ത് പറയേണ്ടതാണ്? ഇവരോട് എന്താ നമുക്ക് പറയാൻ കഴിയുക? ഒരു പ്രതിഷേധാർഹമായ ഒരു സമീപനമല്ലേ ഈ ആയിക്കോട്ടെ. ഇപ്പൊ റെയിൽവേ തടസ്സം നിന്നു, റെയിൽവേ ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അക്യൂസ്ഡ് എന്നാണല്ലോ കോർപ്പറേഷൻ പറയുന്നത്. അപ്പൊ കോർപ്പറേഷൻ ഉത്തരവാദിത്വമല്ലേ? ഇപ്പൊ റെയിൽവേക്ക് നോട്ടീസ് കൊടുത്തു. ഒരു നോട്ടീസ് കൊടുത്താൽ തീരുന്ന കാര്യമാണോ ഇത്? ഒരു നോട്ടീസ് കൊടുത്താൽ തീരുന്ന കാര്യമാണോ? ഇവിടെ ഈ പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറയുന്ന നിയമത്തെക്കുറിച്ച്, പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തെക്കുറിച്ച് മേയർക്ക് വല്ല ബോധമുണ്ട്? അതൊക്കെ പോട്ടെ, ആ നിയമത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾ മേയർ ആയതുകൊണ്ട് കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ദുരന്ത നിവാരണ നിയമമുണ്ട്. 2014 പാസാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുകൊണ്ട് കളക്ടർക്കും ഗവൺമെന്റും വലിയ അധികാരമാണ്. ഒരു ചീഫ് സെക്രട്ടറിയോ കളക്ടറോ നോട്ടീസ് കൊടുത്താൽ, ആ നോട്ടീസ് കൊടുത്ത് നിഷേധിച്ചാൽ ആർ.വി. രാജേഷ് രാജു ഒന്ന് വഴങ്ങണം. അല്ലല്ല, നന്നായിട്ട് അറിയാം, നിങ്ങൾ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ മാത്രമേ ഈ നോട്ടീസിനെ ചോദ്യം ചെയ്യാൻ കഴിയുള്ളൂ. ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുകൊണ്ട്, ഒരു നിയമം അനുസരിച്ചുകൊണ്ടുള്ള നിങ്ങൾ നടപടി സ്വീകരിച്ചാൽ ആ ഉദ്യോഗസ്ഥന് അത് ചോദ്യം ചെയ്യാൻ പോലും കഴിയില്ല. ആർ.വി. രാജേഷ്, നമുക്കതിലേക്ക് വരാം. അതിനു മുൻപ് ഒരു ചോദ്യം പ്രസക്തമാണ്. ഇവിടെ റെയിൽവേ എന്ന് പറയുന്നത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. ആ കേന്ദ്ര സർക്കാരിന്റെ ആർ.വി. രാജേഷ് Debate with